അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ഷീജ. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 സെപ്റ്റംബർ 20 ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നത്. അതിന് ഞാനൊരു സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. എനിക്ക് ആദ്യമായി എൻ്റെ ഒരു രോഗസൗഖ്യം കിട്ടിയതിനെക്കുറിച്ചാണ് പറയുന്നത്. എനിക്ക് പീരീഡ്സ് സമയം അമിതമായ വയറുവേദനയും ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഡോക്ടറെ കാണുകയും അവിടെ ചെന്ന് ഡോക്ടർ സ്കാനിങ്ങിന് പോകാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ അതിൽ 3 ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. അത് 3 മാസം മരുന്ന് കഴിച്ച് നോക്കാം, അല്ലെങ്കിൽ എടുത്ത് കളയണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ആ മരുന്ന് 1 മാസം തികച്ചും കഴിച്ചില്ല. എനിക്കത് കഴിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ ഹോം നേഴ്സിൻ്റെ ജോലിക്ക് പോകുന്നതാണ്. എനിക്ക് രാവിലെ കേൾക്കാനും ഒന്നും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ മരുന്ന് അവിടെ വെച്ച് ഞാൻ എന്നും രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്ലഡ് കൂടുന്ന സമയത്ത് 1 ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പും തൈലും ഒഴിച്ച് ഞാനത് കഴിക്കുമായിരുന്നു. അതോടുകൂടി ഞാൻ ഈ ആഴ്ച ഞാനത് സ്കാനിങ്ങിന് പോയി. അത് പോയോന്നറിയാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ഫൈബ്രോയിഡ് അവിടെ ചുരുങ്ങി പോയിട്ടുണ്ട്, അത് ഇനി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ലെന്ന്. അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ അസുഖം മാറ്റിയതിന്. അതുപോലെ രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് വീട് വെച്ചെടുത്ത് എനിക്ക് റോഡില്ലായിരുന്നു, നടപ്പ് വഴി മാത്രമായിരുന്നു. ഞാൻ ലോണിനൊക്കെ അപേക്ഷ വെക്കാൻ പോയാൽ റോഡില്ലാത്തതുകൊണ്ട് എനിക്ക് പറഞ്ഞ ലോണൊന്നും കിട്ടുന്നില്ലായിരുന്നു ബാങ്കിൽ നിന്ന്. ഈ ഒക്ടോബർ മാസത്തിലെ ഉടമ്പടി പുതുക്കലിൽ ഞാൻ നിയോഗം വെച്ചിരുന്നു എനിക്ക് റോഡ് കിട്ടാൻ വേണ്ടി. അതും എനിക്ക് അമ്മ മാതാവും തിരുകുമാരനും സാധിച്ചു തന്നു. ഞാൻ ഉടമ്പടി ഉപ്പ് എന്നും വഴിയിലൂടെ വിതറുമായിരുന്നു. അതിൻ്റെ ഭാഗമായി എനിക്ക് റോഡ് ലഭിച്ചു. എൻ്റെ മകൾക്ക് ഇത് സെക്കൻഡ് ഇയറിൻ്റെ നേഴ്സിങ്ങിന് കയറിയിരിക്കുന്നതാണ് എൻ്റെ മകൾ. ഫസ്റ്റ് ഇയറിൻ്റെ ഫീസെല്ലാം അടച്ച് സെക്കൻഡ് ഇയറിലോട്ട് കയറിയപ്പോൾ എനിക്ക് ലോണിന് അപേക്ഷ വെക്കേണ്ടി വന്നു. ഉദ്ദേശിച്ച ലോണ് അവിടെ നിന്ന് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ കൊച്ചിന് ഫീസ് അടക്കാൻ വേണ്ടി ഉദ്ദേശിച്ച പൈസ അടക്കാൻ തികഞ്ഞില്ലായിരുന്നു ലോണ്. ആ സമയത്ത് തന്നെ അതേ മാസത്തിൽ ഒരു സിസ്റ്റർ മുഖാന്തരം ദുബായിലുള്ളൊരു ഡോക്ടർ എൻ്റെ മകൾക്ക് ഈ വർഷത്തെ ഫീസ് പകുതി അടക്കാൻ വേണ്ടി സഹായിച്ചു. അതിന് ആ കുടുംബത്തോടും തിരുകുമാരനോടും അമ്മ മാതാവിനോടും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ പിന്നെ ഞാൻ ഹോം നേഴ്സിന് പോകുമ്പോൾ കിടപ്പ് രോഗികളെയാണ് നോക്കുന്നത്. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര അറപ്പും കാര്യങ്ങളല്ലായിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനത്തതില്ല. ഞാൻ ഉടമ്പടി വന്നതിന് ശേഷം എനിക്ക് അവരെ നന്നായിട്ട് ശുശ്രൂഷിക്കാൻ പറ്റുന്നുണ്ട്. ഉടമ്പടി തൈലം അവരുടെ കാലും നെറ്റി മുതൽ ഉള്ളംകാല് വേദന ഞാൻ പുരട്ടിക്കൊടുക്കും. തളർന്ന് കിടന്നിരുന്ന അമ്മ പോലും എണീറ്റ് നടന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു മോന് കിട്ടിയ രോഗസൗഖ്യമാണ്. മോനെന്നും ടെൻഷൻ കയറുമ്പോൾ നെഞ്ചുവേദന എന്ന് പറയും. അങ്ങനെ ആശുപത്രി പോയി ECG എടുത്തായിരുന്നു. അന്നേരം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവൻ വീട്ടിൽ ചെല്ലുമ്പോൾ പറയും എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നത്, നെഞ്ചിടിപ്പുണ്ടെന്ന്. ഞാൻ പറയും നീ പേടിക്കണ്ട, ഞാൻ ഉടമ്പടി തൈലം പരത്തരാം. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി തൈലം പരട്ടിക്കൊടുക്കും. ഒരാഴ്ച കഴിയുമ്പോഴത്തേനും മോൻ എന്നോട് പറഞ്ഞു അമ്മേ എനിക്കത് ഇല്ല ഇപ്പോൾ ഒന്ന്. ഞാൻ പറഞ്ഞു അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞാൽ. അതുപോലെ മകന് +2 ഉന്നത വിജയം നേടിക്കൊടുക്കണമെന്ന് അമ്മ മാതാവിനോട് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു. അവന് ഉന്നത വിജയത്തോടെ പാസ്സാകാൻ പറ്റി. പിന്നെ ഈ കാണുന്ന മോൻ ഇപ്പം ഒരു 3 വർഷത്തിനിടയിൽ നല്ലൊരു മകനായി എനിക്ക് കിട്ടി. അതിന് മുന്നേ അവൻ ഒന്നും പറഞ്ഞ് കേൾക്കില്ലായിരുന്നു. ഫോൺ അഡിക്റ്റ്, ഗെയിം കളി, ഇതൊക്കെയായിരുന്നു. ഞാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം എന്നും പ്രാർത്ഥിച്ച് തേക്കുമായിരുന്നു. അതിനോടുകൂടി ഗെയിം കളിയിലെല്ലാം അവൻ മാറി. അവൻ നല്ലൊരു പക്വതയായി എനിക്കൊരു നല്ല മോനായി അമ്മ മാതാവ് തന്നു. ചെറുപ്പത്തിൽ അവൻ ചെറുതുണ്ടാകുമ്പോൾ 2.5 വയസ്സുണ്ടാകുമ്പോൾ ഈ അലർജിയുടെ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവന് പരിയാരം ആശുപത്രി കൊണ്ടുപോയി. അവനെ തിരിച്ച് കിട്ടില്ലായിരുന്നു. അന്നും ഇതുപോലെ ഞാൻ അമ്മ മാതാവിന് പ്രാർത്ഥിച്ച് കിട്ടിയതാണ് എനിക്ക് എൻ്റെ മകന്. എല്ലാ 8 നോയമ്പിനും എല്ലാ വർഷത്തെ 8 നോയമ്പും ഞാൻ അവന് വേണ്ടി എടുക്കും.
അവനെ ഞാൻ ഞങ്ങളുടെ പാണത്തൂർ പള്ളിയിൽ അവൻ്റെ അടിമ വെച്ചിട്ടുണ്ട്. അതും അന്ന് മുതൽ അമ്മ മാതാവിൻ്റെ കൃപ എന്നും എൻ്റെ മകന് ഇങ്ങോട്ടുണ്ട്. അതുപോലെ എൻ്റെ മകൾക്ക് പറയാനുള്ള അവളുടെ അനുഗ്രഹങ്ങളാണ്. അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അത് അവൾ പറയും. എൻ്റെ പേര് ഉണ്ണിമായ. ഞാൻ 2024 ഡിസംബർ 22 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇന്നെൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കുന്ന ദിവസമാണ്. എനിക്ക് എക്സാമെന്ന് കേട്ടാലേ ഭയങ്കര ടെൻഷനാണ്. 10ാം ക്ലാസ് വരെ നല്ലപോലെ പഠിക്കുമായിരുന്നു, ഫുൾ A+ ഒക്കെ കിട്ടിയതാണ്. അതിനുശേഷം +1 തൊട്ട് നല്ല ഉഴപ്പാണ്, പഠിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. സയൻസ് എടുത്തതിൻ്റെ ബുദ്ധിമുട്ടും ബയോളജി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റാറുണ്ടായിരുന്നില്ല. പൊതുവേ അങ്ങനെ ഒരു കുട്ടികൾക്കും വരാത്തതാണ്. ബയോളജിയാണ് ഈസിയുള്ള സബ്ജക്റ്റ്. പക്ഷേ എനിക്ക് എത്ര കാണാപ്പാടം പഠിച്ചാലും മനസ്സിൽ നിൽക്കില്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതി, അത് ഫെയിലായിപ്പോയി. അമ്മ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എനിക്ക് മാതാവിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും പറയാൻ പോലും മടിച്ചിരുന്നൊരു കാര്യമായിരുന്നു അമ്മ ഉടമ്പടി എടുത്തതാ, അമ്മ എനിക്ക് ഇതുപോലെ എണ്ണ തേച്ച് തരുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ എന്താണെന്നറിയില്ല, ഞാൻ അമ്മേനോടും പറഞ്ഞു, റിസൾട്ട് വരുമ്പോഴും പറഞ്ഞു, അമ്മേൻ്റെ മാതാവ് എന്നെ പാസ്സാക്കി തരട്ടെ, എന്നാലും ഞാൻ വിശ്വസിക്കുള്ളൂ, അല്ലാതെ ഞാൻ ഈ മാതാവിൽ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം എനിക്കതിന് ഒരുപാട് സങ്കടമുണ്ട്. ഞാൻ എന്നും മാതാവിനോട് സോറി ചോദിക്കാറുണ്ട്. അമ്മ റിസൾട്ട് വന്നപ്പോൾ എന്നെ പാസ്സാക്കി തന്നു. ആ സബ്ജക്റ്റ് ആ ഒരു പഞ്ചായത്തിൽ തന്നെ ഞാൻ മാത്രമേ ഫെയിലായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് മാതാവ് എന്നെ പാസ്സാക്കി തന്നു. അന്ന് മുതൽ ഇങ്ങോട്ട് എപ്പോഴും ഞാൻ അമ്മേൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ +1 +2 ഒക്കെ നല്ല മാർക്കോടുകൂടി പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ നഴ്സിംഗ് എടുത്ത് ഫസ്റ്റ് ഇയറിലൊക്കെ എനിക്ക് ഇൻ്റേണൽ എക്സാമിനൊന്നും വലിയ ഉദ്ദേശിച്ച മാർക്കൊന്നും കിട്ടാതെയായി. അപ്പോഴും എനിക്ക് ടെൻഷനും കാര്യമൊക്കെ വരാൻ തുടങ്ങി. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് കുറേ അകലെയാണ്, ഞാൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മേൻ്റെ കാശ് രൂപം കിട്ടാൻ എനിക്ക് ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ ഞാനിവിടെ വരുമ്പോൾ ഉടമ്പടി എടുക്കുക, എനിക്ക് എന്തായാലും കാശ് രൂപം കൊണ്ടേ ഫസ്റ്റ് ഇയർ എക്സാം എഴുതാൻ പറ്റുമെന്ന്. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് കാശ് രൂപം കൊണ്ടുപോയി എക്സാം എഴുതി. എനിക്ക് അറിയില്ല, ഇപ്പോഴും അറിയില്ല ഞാൻ എങ്ങനെ എഴുതിയെന്ന്. കാരണം ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും അധികം പഠിക്കാൻ വേണ്ടി ഒന്നും സമയം കണ്ടെത്താറുണ്ടായിരുന്നില്ല. കൊന്ത ചൊല്ലുമായിരുന്നു, മറ്റുള്ളവർക്ക് വേണ്ടിയും കൊന്ത ചൊല്ലുമായിരുന്നു. പരീക്ഷയ്ക്കൊക്കെ ഫെയിലായവർക്ക് വേണ്ടിയും മുട്ടയിലെഴിഞ്ഞൊക്കെ ഞാൻ കൊന്ത ചൊല്ലാറുണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ മാതാവിൻ്റെ ഗ്രേസ് ഞാൻ പാസ്സായി. അതും ഞാൻ ജസ്റ്റ് പാസ്സേ ആഗ്രഹിച്ചുള്ളൂ. എനിക്ക് 250 മാർക്കാണ് വേണമെന്ന് ഞാൻ പറഞ്ഞത്. 39 മാർക്ക് എക്സ്ട്രാ എനിക്ക് തന്നു. 289 മാർക്കോടുകൂടി എന്നെ 2nd ക്ലാസ്സോടുകൂടി പാസ്സാക്കി തന്നു. ഇപ്പോഴും ടീച്ചേഴ്സിനൊക്കെ അത്ഭുതമാണ്. കാരണം ഞാൻ അങ്ങനെ ഒന്നും പഠിക്കുന്ന ഒരു കുട്ടിയല്ല. അപ്പോൾ അവർ പോലും പറഞ്ഞു, ഇൻ്റേണൽ എക്സാം പാസ്സാവാതെ, മോഡൽ എക്സാം പോലും പാസ്സാവാതെ എങ്ങനെ ഉണ്ണിമായ നീ പാസ്സായേ, നിനക്ക് ദൈവത്തിൻ്റെ ഒരു ഗ്രേസ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. അതിന് മുന്നേ ഞാൻ എല്ലാവരെയും കൂടെ എൻ്റെ റൂംമേറ്റ്സിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ വേറൊരു റൂമിൽ പോയി അവിടുത്തെ 3-4 പിള്ളേരുമായിട്ട് കൂടി പ്രാർത്ഥിച്ചു. അങ്ങനെ മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. അത് മെഴുകുതിരിയിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ശരിക്കും എനിക്ക് അത്ഭുതമായിരുന്നു. അതെങ്ങനെ കിട്ടിയെന്ന് പോലും അറിയില്ല. കാരണം അവർക്ക് അത്രയും വിശ്വാസമൊന്നുള്ള കുട്ടികളായിരുന്നില്ല. പക്ഷെ മാതാവിൽ ഒരുപാട് വിശ്വസിക്കുമായിരുന്നു. അങ്ങനെ കിട്ടിയ രൂപമാണിത്. പിന്നീട് അങ്ങോട്ട് അവരും വിശ്വസിക്കാൻ തുടങ്ങി. നല്ലപോലെ വിശ്വസിച്ച് മാതാവിൽ പ്രാർത്ഥിച്ച ആ പിള്ളേർക്ക് നല്ല മാർക്കോട് കൂടി എന്നെ മാതാവ് പാസ്സാക്കി കൊടുക്കുകയും ചെയ്തു. പിന്നെ 2 പേരെ എനിക്ക് ഇവിടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കാൻ പറ്റി. അവരിവിടെ വന്നിട്ടുണ്ട്. പിന്നെ അമ്മേനോട് പറയാത്തൊരു കാര്യമുണ്ട്. ഞാൻ അവിടെ പോയ പിന്നെ ഞാൻ ആദ്യം അമ്മ വിഷമിക്കുന്നതുകൊണ്ട് പറയണ്ടെന്ന് വിചാരിച്ചാൽ, കാരണം അമ്മ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കാര്യമൊക്കെ നോക്കാൻ. അതുകൊണ്ട് ഞാൻ പറയാതിരുന്ന കാര്യം. പക്ഷെ ഇപ്പം എനിക്ക് പറയണമെന്ന് തോന്നി. എനിക്ക് ഒരുപാട് ഫൈൻ കിട്ടിയിട്ടുണ്ട്. അവിടെ ആ കോളേജിൽ തന്നെ ഒന്ന് മലയാളം സംസാരിച്ച് 500 രൂപയൊക്കെ ഫൈൻ വരുമായിരുന്നു. ഒരുപാട് ഫൈൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഈ കാര്യം. ഉടമ്പടി എടുത്തേ പിന്നെ ഇന്നേ വരെ എനിക്ക് ആ ഫൈൻ അടക്കേണ്ടി വന്നിട്ടില്ല. ഒരിക്കൽ പോലും അടക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ മാതാവിനോട് ഇത്രേ പറയാറുള്ളൂ, ആ ഫൈൻ അടയ്ക്കുന്ന പൈസ ഇല്ലാത്തവർക്ക് ആർക്കെങ്കിലും ഒരു നേരത്തെ ആഹാരം വാങ്ങാനെങ്കിലും ഞാൻ കൊടുത്തോളാം. പക്ഷേ വെറുതെ പോരുത് എൻ്റെ കയ്യിൽ നിന്ന്, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അത് നടന്നു കിട്ടി.
പിന്നീട് ഒരിക്കലും എനിക്ക് ഫൈൻ വന്നിട്ടില്ല. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഇനി അങ്ങോട്ടും മാതാവിൻ്റെ ഒപ്പം ഉണ്ടാവും, എന്നെ കൂടെ നടത്തിക്കും എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുപോലെ എൻ്റെ പ്രേക്ഷിത വേല ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അനാഥാലയങ്ങളിൽ ഞാൻ പോയി അവർക്കുള്ള ഫുഡിനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. അതുപോലെ ഇവിടുത്തെ പത്രം ഞാൻ ആശുപത്രി വഴി പോയി പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം കുരിശ് വരച്ച് എല്ലാ രോഗികൾക്കും ഞാൻ എത്തിക്കാറുണ്ട്. അതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഒരു നേരത്തെ ഭക്ഷണം ഉപവസിക്കും. ആ ഒരു ദശാംശം ഞാൻ അവിടെ എടുത്തു വെച്ച് അതും അതിന് കൂട്ടി ഞാൻ ഈ രോഗികൾക്ക് അനാഥാലയത്തിൽ പോകുമ്പോൾ സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ വാങ്ങിക്കൊടുക്കാറുണ്ട്. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ രോഗികളായി കിടക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി നടുവേദന എന്ന് പറഞ്ഞ് എന്നും വൈകുന്നേരം വന്ന് തൈലം പുരട്ടിത്തരണമെന്ന് പറയും. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് തൈലം പുരട്ടി കൊടുക്കും. ആ ചേച്ചിക്ക് നടുവേദന കുറഞ്ഞു കിട്ടി, ഇപ്പോൾ ഇല്ല നടുവേദന. അതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന തിരുകുമാരനും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി. എന്നും അമ്മയുടെ പ്രത്യക്ഷ സാക്ഷിയായി എൻ്റെ കുടുംബത്തെ ഒരുത്തണേ മാതാവേ. ശരി, നന്ദി. 91-ാം സങ്കീർത്തനം 4-ാം തിരുവചനം പറയുന്നു, തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് നന്ദി പറയാം. ഷീജ മോഹനൻ ഇവിടെ തൻ്റെ കുടുംബത്തോടൊത്തു വന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിക്കൊണ്ട് തൻ്റെ സാക്ഷ്യങ്ങൾ ഏറ്റുപറയുകയായിരുന്നു. പരിശുദ്ധ അമ്മയിൽ വിശ്വസിച്ചിട്ടുള്ള, മധ്യസ്ഥത അപേക്ഷിച്ചിട്ടുള്ള ആരെയും അമ്മ കൈവിടില്ലെന്നാണ് ഓരോ സാക്ഷ്യങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. താനൊരു ഹോം നേഴ്സാണ്. കുടുംബത്തിൻ്റെ ഭാരം വളരെയധികം ഏറ്റെടുത്തുകൊണ്ട് കുടുംബത്തെ സ്നേഹിക്കാനും ഉത്തരവാദിത്വത്തോടുകൂടി പരിപാലിക്കാനും വേണ്ട ഒരു വലിയ കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ടും തൻ്റെ മക്കൾക്ക് വേണ്ടിയും ഉടമ്പടി എടുത്തിട്ടാണ് ഇവിടെ പ്രാർത്ഥിക്കാനും നിയോഗങ്ങൾ എഴുതിയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. തൻ്റെ ആദ്യത്തെ നിയോഗം ഇതായിരുന്നു: പീരിയഡ് സമയത്തുള്ള അമിതമായ വയറുവേദനയും ബ്ലീഡിങ്ങും ഒക്കെ മാറ്റി കൊടുക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥന. താൻ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി തനിക്ക് വലിയ ഒരു സൗഖ്യം ലഭിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ പെട്ടെന്ന് നമ്മോട് അടുത്ത് വരികയാണ്. നമുക്ക് സൗഖ്യത്തിൻ്റെ തൈലം പൂശി നമ്മെ ആശ്വസിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അനുഭവിക്കുന്നവരെല്ലാം തന്നെ പറയുന്ന ഒരു വലിയ സാക്ഷ്യം ഇതാണ്: എനിക്ക് പരിശുദ്ധ അമ്മയെ തൊട്ടറിയാൻ, തൊട്ടനുഭവിക്കാൻ സാധിച്ചു, എനിക്ക് ഈശോയെ ലഭിച്ചു എന്ന് ഓരോരുത്തരും ഈ സാക്ഷ്യങ്ങളിൽ ഏറ്റുപറയുന്നു. അതുപോലെ തന്നെ തൻ്റെ വലിയൊരു ആഗ്രഹവും ആവശ്യവുമായിരുന്നു വീടിനൊരു വഴി ലഭിക്കുക എന്നുള്ളത്. ആ വഴി അവർക്ക് ലഭിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തങ്ങളവിടെ ഒപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ അവർക്ക് വളരെ സമയത്തോളം ലഭിക്കാതിരുന്ന ആ വീടിനൊരു വഴി അവർക്ക് ലഭിച്ചു. അതിനേക്കാൾ ഉപരിയായി മകൾക്ക് വേണ്ടി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. മകൾ പറയുന്നു, താൻ ഒരുപാട് മകൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് ധനസമ്പാദ്യമില്ല, അതിനുവേണ്ടി ദുബായിൽ നിന്നും ഒരു വ്യക്തി അവൾ മോളെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുകയായിരുന്നു. ഈ മകൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് ഓരോരുത്തർ എവിടെ നിന്നെല്ലാമാണ്, ലോകത്തിൻ്റെ ഏതെല്ലാം കോണുകളിൽ നിന്നാണ് നമുക്ക് സഹായം ലഭിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാവുന്ന ഒരു വലിയ ജീവിത പദ്ധതി കൂടിയാണ് ഉടമ്പടി. പരിശുദ്ധ അമ്മയെ നാം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതഭാരങ്ങളെല്ലാം അമ്മ ഏറ്റെടുത്തുകൊണ്ട് ആ ഫയൽ ഈശോയെ ഏൽപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആ ഫയലിൽ എഴുതിയിട്ടുണ്ട്. ആ ഫയൽ തുറന്ന് ഈശോ നമുക്കതിൽ കയ്യൊപ്പ് നൽകുന്നു. പരിശുദ്ധ അമ്മയുടെ കയ്യൊപ്പോടുകൂടി ഈശോ നമുക്കെല്ലാം പ്രാപിച്ചു തരുന്നു. ഉടമ്പടിയുടെ പ്രത്യേകത അതാണ്. നാം വിശ്വസ്തരാണെങ്കിൽ നമ്മെ വിസ്മയിപ്പിക്കുന്ന അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഭൗതികമായ നേട്ടങ്ങളെക്കാൾ കൂടുതൽ നാം ആത്മീയമായി ഈശോയിലേക്കും പരിശുദ്ധ അമ്മയിലേക്കും അടുക്കുന്നു എന്നുള്ളതാണ്. മകൾ പറയുകയായിരുന്നു, ഞാനൊരു അക്രൈസ്തവയായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പറയാൻ നാണക്കേടായിരുന്നു. വചനം പറയുവാനും അല്ലെങ്കിൽ ഞാൻ തൈലം പൂശുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയാൻ എനിക്ക് വലിയ നാണക്കേടായിരുന്നു. സ്വന്തം അനുഭവങ്ങളാണ്, ഈശോയുടെ ആ സ്വയം അനുഭവമാണ് ഇന്ന് മകളെ ഈ അൾത്താരയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു
അച്ഛൻ പറയുന്നത് പോലെ ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പ്രവൃത്തിയാണ്. താൻ ഈശോയെ അനുഭവിച്ചു കഴിയുമ്പോൾ ഈശോയിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസം, ഈശോയോട് കൂടെ നടക്കാനുള്ള എൻ്റെ ഒരു വലിയ ജീവിതാനുഭവം, പരിശുദ്ധ അമ്മ എന്നെ എപ്പോഴും അനുഗ്രഹങ്ങളാൽ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്ന വലിയ ജീവിതാനുഭവത്തിൻ്റെ സാക്ഷികളാകാനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു. ഓരോരുത്തരും നാം പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഈ സഹോദരി പറയുന്നു, ഞാനെപ്പോഴും ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പരിശ്രമിക്കും. കാരണം ഈശോ ആൾക്ക് ഒരുപാട് ഈശോയുടെ സാമീപ്യം ലഭിച്ചതുകൊണ്ട്. ഉടമ്പടി എന്നെ സഹായിച്ചത് എനിക്ക് ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാനാണ്. പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയ വലിയ പഠനങ്ങൾ ഈശോയെ കൊടുക്കുക എന്നുള്ളതാണ്. അത് തനിക്ക് എവിടെയും പറയുവാനും പ്രഘോഷിക്കുവാനും മടിയില്ല എന്നാണ് ഈ സാക്ഷ്യത്തിൽ ഷീജ മോഹൻ നമ്മോട് പറയുന്നത്. അതുപോലെ തന്നെ തൻ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ഹോം നഴ്സായിരിക്കുന്ന വീട്ടിലെ ഒരമ്മ എപ്പോഴും അസുഖമായി കിടപ്പായിരുന്നു. എന്നും തൈലം പൂശി പ്രാർത്ഥിച്ച് അമ്മയുടെ സാമീപ്യം അവർക്കും അനുഭവിക്കുവാൻ സാധിച്ചു എന്നൊരു വലിയ സാക്ഷ്യം ഇവിടെയുണ്ട്. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിലും ജോലി ചെയ്യുന്നിടങ്ങളിലുമെല്ലാം പരിശുദ്ധ അമ്മയെ കൊടുക്കാനും അമ്മയുടെ സാമീപ്യം അവർക്ക് നൽകുവാനും സുഗന്ധാഭിഷേകത്താലും തിരുനാളത്തിലും മഴവില്ലായുമൊക്കെ നമുക്ക് അമ്മയുടെ സാമീപ്യം അവർക്ക് പ്രകടമാകുന്നുണ്ട്, അല്ലെങ്കിൽ അത് അവർക്ക് സമീപസ്ഥമാണ് എന്ന് നമ്മെയും അവരെയും ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ ഷീജയ്ക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് അവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മകൻ്റെ നെഞ്ചുവേദന, അമ്മ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ മകൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പേഴ്സണൽ ലൈഫിലുണ്ടായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ മകൻ്റെ സാക്ഷ്യം ഇവിടെ അമ്മ പറയുകയുണ്ടായി. വളരെയധികം പരിശുദ്ധ അമ്മയെ ആശ്രയിച്ചുകൊണ്ട് മകനെ അടിമവെച്ച് പ്രാർത്ഥിച്ചൊക്കെ മകന് വേണ്ടി ഒരുപാട് ആഗ്രഹത്തോടെയാണ് ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മകൻ ഒരുപാട് ഉയരങ്ങളിലെത്തുമെന്നുള്ള വലിയ പ്രതീക്ഷ അമ്മയ്ക്കുണ്ട്. അതുപോലെ തന്നെ മകനും ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും കരം പിടിച്ച് നടന്ന് വലിയ ഒരു ഉന്നത സ്ഥാനത്തേക്ക് പരിശുദ്ധ അമ്മയ്ക്ക് സാക്ഷിയായി തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഷീജ മോഹനൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള വലിയ മനോഹരമായ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.